അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഒരു 1 lakh പുറത്തുള്ള അക്കൗണ്ട്. 1 lakh പുറത്തുള്ള അക്കൗണ്ട് ഞാൻ തപ്പി, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ അക്കൗണ്ട് 1 lakh ഒന്നും നമ്മളെ കൊണ്ടാവില്ല ഗൈസ്. തമ്മിൽ വെറുതെ ഒന്ന് അടിച്ച് കയറ്റിയാണ്. അപ്പോൾ എന്തായാലും അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. പ്ലേയേഴ്സും കാര്യങ്ങളും പിന്നെ ഉള്ള ഫോർം, ഇപ്പോൾ കളിക്കുന്ന കറൻ്റ് സ്കോഡും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ പുതിയ അക്കൗണ്ട് എടുത്തിട്ട് ഇതുവരെ ഇല്ലാത്ത കളി ഗൈസ്. അതായത് ഫസ്റ്റ് 3 മാച്ചിൽ 2 ലോസ് റാങ്ക് പക്ഷേ ഈ വീക്കിൽ, അതായത് ഈ ഫേസിൽ അവർ 50 കോയിൻ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും വിടാം. നമുക്ക് ഇപ്പം കറൻ്റ് സ്കോഡ് ഞാൻ കാണിക്കുന്നില്ല, അതിന് മുമ്പ് മൈ ടീം കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ സ്ട്രിപ്സിൽ എങ്ങനെ എന്തെല്ലാം ഉണ്ട്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. പിന്നെ ഉള്ളത് മൈ ടീം, മാനേജേഴ്സ്. അതിൽ പെപ് ഗാർഡിയോള ഉണ്ട്, മൈക്കിൾ ആർത്തേത്തി ഉണ്ട്, ഡബിൾ ബൂസ്റ്റർ. പക്ഷെ ഞാൻ യൂസ് ചെയ്യൂല, എനിക്ക് വലിയ അടിപൊളിയായിട്ട് തോന്നുന്നില്ല, എന്താ അറിയില്ല. പിന്നെ ഡെസ്റ്റാംസ് ഉണ്ട്, നമ്മളെ മെയിൻ സാധനം. പിന്നെ ഇതേതാണ്, ക്വിക്ക് കൗണ്ടർ സ്റ്റെഫാനോ പ്യോലി. അടിപൊളിയാണോ അറിയില്ല, ടാക്ലിംഗ് ഒക്കെയാണ്. പിന്നെ ക്രിസ്റ്റോ ആൽബിയോണി ഉണ്ട്. അപ്പോൾ മാനേജേഴ്സിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഡെസ്റ്റാംസും ആർത്തേത്തിയാണ് മെയിൻ. പക്ഷേ ഞാൻ യൂസ് ചെയ്യുക ഡെസ്റ്റാംസ് തന്നെ ആയിരിക്കും. എനിക്കെന്തോ ആർത്തേത്തി എന്തോ സെറ്റ് ആവാത്ത പോലെ തോന്നുന്നു. നമുക്ക് നോക്കാം, കളിച്ചാൽ ചിലപ്പോൾ ഏലാവായിരിക്കും. ഞാൻ ഫസ്റ്റ് ഡെസ്റ്റാംസിനെ വെച്ച് കളിക്കുമ്പോൾ ഇങ്ങനെ തന്നെ തോന്നിയത്. പിന്നെ ഉള്ളത് പ്ലെയേഴ്സിൻ്റെ ആണ്. യെസ്, നമുക്ക് പ്ലെയേഴ്സിലേക്ക് പോവാം. ഇതിലിങ്ങനെ മാറ്റാണ്ടല്ലോ. യെസ്, അപ്പം ആക്ഷൻ സോർട്ട് ഓവറോൾ റേറ്റിംഗ് തന്നെ വെക്കാം അല്ലേ. CF അങ്ങനെ വെക്കാൻ തോന്നുന്നു നമുക്ക്. പക്ഷേ ഇത് എവിടെയാണ് പോന്നേ എടാ? ഇതിൽ തന്നെയാണ് ഞാനെന്താ പൊട്ടം കളി കളിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊസിഷൻ വെച്ച് തുടങ്ങാം. ഫസ്റ്റ് തന്നെ CFലുള്ള പ്ലെയേഴ്സ് ഇതൊക്കെയാണ്. നമുക്ക് ഡബിൾ ബൂസ്റ്റർ എറ്റോ ഉണ്ട്, അതേപോലെ ഷെവ ഉണ്ട് സിംഗിൾ ബൂസ്റ്റർ, പിന്നെ ഓവൻ ഉണ്ട്, പിന്നെ മൊറിയാൻഡസ് ഉണ്ട്, ഡബിൾ ബൂസ്റ്ററാണ്. ഇൻസാഗി, പിന്നെ കുറച്ച് എന്താ പറയുക ഇതിന് ഹൈലൈറ്റ് കാർഡ്സോ അങ്ങനത്തെ കുറച്ച് തന്നെ ഉണ്ട്. വിനീഷ്യസിൻ്റെ ഒരു CF കാർഡ് കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണോ എന്തോ ഇത്രപ്പാട് കാർഡ് ഉണ്ടാവും. ഞാൻ CFൽ ആരോടൊന്നും ഇപ്പോൾ ഡൗട്ടായിട്ടുള്ള കേസ്. പിന്നെ നിസ്ലറോയി ഉണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മറ്റേ ബിഗ് ടൈം കാർഡാണ്. പിന്നെ ഇൻസാഗി ബിഗ് ടൈമാണ്, ഓവനും ബിഗ് ടൈമാണ്. 3 ബിഗ് ടൈം CF ഉണ്ട് ഇതിൽ. പിന്നെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡ്രോഗ്ബ, അതേപോലെ എവെയർ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് CF. ഫോക്സ് ഇൻ ദ ബോക്സ് അങ്ങാറ്റാണെന്ന് തോന്നുന്നു, നമുക്ക് ഓർമ്മയില്ല കറക്റ്റ്. കാണിച്ചു തരാം. ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്, യൂസ് ചെയ്യാൻ പോകുന്നില്ല. യോർക്ക്, നെയ്മറിന് പിന്നെ ഉണ്ട് ഫ്രീ കാർഡ്, സഫിയേസ് അലി ഉണ്ട്. അപ്പോൾ ഇത്രയും പ്ലേയേഴ്സാണ് CFലുള്ളത്. അതേപോലെ SSൽ നമ്മളെ സീന് സാധനം ഉണ്ട്, റോഡ് ഗുള്ളറ്റ്. പിന്നെ ഞങ്ങൾ ഡെസ്റ്റാംസിനെ കണ്ടല്ലോ, അപ്പം ഗ്രീസ്മാനും ഉണ്ട്. മെസ്സിൻ്റെ മറ്റേ കാർഡും ഉണ്ട്, അതായത് നമ്മളെ മറ്റേലുള്ളത്. ഞാൻ ഇതിനെ യൂസ് ചെയ്യലില്ല, എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല, ഒരുമാതിരി കളിക്കാത്ത പോലെയാണ്. പിന്നെ റുമ്മി ഉണ്ട് ഗൈസ്, പക്ഷേ ഇത് എപ്പിക്കാണ്. വെറും റെഗുലർ എപ്പിക്കാണ്, നോർമൽ എപ്പിക്ക് എന്താ പറയുക അതിന്. സിംഗിൾ ബൂസ്റ്ററും അല്ല ഡബിൾ ബൂസ്റ്ററും അല്ല. പക്ഷെ ഞാൻ സത്യം പറയാമല്ലോ, കളിച്ചെടുത്തോളം എൻ്റെ മറ്റേ അക്കൗണ്ടിലെ സിംഗിൾ ബൂസ്റ്ററിനെക്കാട്ടിയും കിടിലൻ കാർഡാണിത്. ഇതിന് സ്പീഡ് കിട്ടുന്നതിനകത്തായിട്ട് എനിക്ക് കിക്കിംഗ് പവറും കിട്ടുന്നുണ്ട്, എനിക്ക് അത്രയേ വേണ്ടുള്ളൂ. മറ്റേതിൽ അടിച്ചാൽ ഗോളും കയറുള്ളൂ, ഇത് അടിച്ചാൽ ഗോൾ കയറുന്ന രീതിയിലുള്ള ഒരു കാർഡ് തന്നെയാണ്. എനിക്കിതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നുന്നത്. പിന്നെ അതിൽ ഡെൽപിയറോ, അതേപോലെ ബൊയാൻ കിർക്കിച്ച് ഉണ്ട്. പിന്നെ മെസ്സിനെ എടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, മെസ്സി ഉണ്ട്, ബ്ലിറ്റ്സ്. ഇപ്പോൾ അതിലുള്ള അതേ സാധനം. പക്ഷെ ഞാൻ ഇപ്പോൾ പ്രോഗ്രഷൻ അവിടെ നിങ്ങൾ കുറേ ആൾ മെസ്സിൻ്റെ പ്രോഗ്രഷൻ ചോദിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്തായാലും. ഇപ്പം ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്നത് ഫുൾ ബോൾ കൺട്രോൾ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. ഫിനിഷിങ് കുറവായിരിക്കും, ഫിനിഷിങ് ആകെ 92 അങ്ങാണ്ട് ഉണ്ടാവും. അപ്പോൾ 8, 8, 8, 6, 10 അങ്ങനെയാണുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും എടുത്തോ. കമൻറ്റിൽ ഞാൻ കുറേ ആൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ഇട്ടയാണ്. പിന്നെ ലൂയിസ് ഗാർസിയ, പിന്നെ ഇതാരാണ്, ഡൊണാഡോണി അങ്ങനെ ഒരു പ്ലെയർ. പിന്നെ നമ്മളെ ഇതുണ്ട്, റൊണാൾഡിനോ ഉണ്ട്. പിന്നെ ബ്ലിറ്റ്സ് കേൾസ് ഉണ്ട്. വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ, പക്ഷെ കളിക്കാൻ അറിയില്ല, അതാണ് സീന്. നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ ആരാണുള്ള, സ്നൈഡറിനെ എടുത്തിട്ടുണ്ട്. അതേപോലെ പിന്നെ അത്യാവശ്യം നല്ല കാർഡൊക്കെ ഉണ്ട്. ഇതേതാ കാർഡ്? ഒഡിഗാർഡിൻ്റെ AMF കാർഡല്ലേ. ഗുറ്റി ഇതിലും കിട്ടിയിട്ടുണ്ട്. ഗുറ്റീൻ്റെ എനിക്ക് മറ്റേലുള്ളതാണ്. പിന്നെ ബെക്കം ഉണ്ട് കൈ, സീന് സാധനമാണിത്. ഇത് ക്രോസ് സ്പെഷ്യലിസ്റ്റാണെന്ന് തോന്നുന്നു. മറന്നും പോയല്ലടാ, വീഡിയോ എടുക്കുന്ന ടൈമാണെന്ന് മറന്നു പോവാം. യെസ്, ക്രോസ് സ്പെഷ്യലിസ്റ്റ് ബെക്കം. നമ്മളെ ചെക്കനുണ്ട് റഫീനിയ, നല്ല കളിയാണ്. പക്ഷേ എനിക്ക് എവിടെ കളിപ്പിക്കണം എന്ന് മനസ്സിലാവുന്നില്ല. LMF കളിച്ചിട്ട് കൂടി സെറ്റാവില്ല, എന്തായാലും ലെഫ്റ്റ് ഫൂട്ടർ ആയതുകൊണ്ട് നമുക്ക് സെറ്റാവില്ല. പിന്നെ റൈറ്റ് സൈഡ് AMF കളിപ്പിച്ചിട്ടാണെങ്കിൽ ഒരു വൃത്തി കിട്ടുന്നില്ല.
പിന്നെ ഇതൊക്കെ ഞാൻ കളിപ്പിക്കലൊന്നും ഇല്ല, കളിപ്പിക്കുമെന്നുള്ള എനിക്ക് അറിയില്ല. ഇനിയസ്റ്റ് ഉണ്ട് ഗൈസ്, പക്ഷേ ഏത് ഫോർമേഷനിൽ എങ്ങനെ കളിപ്പിക്കണം എന്നൊരു പിടുത്തമില്ല. പിന്നെ ഇവൻ എടുത്തത് എമീറിനെയാണ്, എമീറി തന്നെയല്ലേ പറയാം, എമീറി. പിന്നെ നമ്മളെ പെഡ്രിൻ്റെ കാർഡുണ്ട്, പെഡ്രിൻ്റെ ആ കാർഡ് സീനാണ് ശരിക്കും. പിന്നെ ആരാണുള്ളത്, പിന്നെ CMFൽ ആരുമില്ല. DMFൽ വരുമ്പം ഡേവിഡ്സ് ഉണ്ട്, മറ്റേ ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഫ്രീ ആയിട്ടല്ല, കറക്കിയാൽ കിട്ടണം, ഭാഗ്യം പോലെയാണ്. പിന്നെ മെക്കലേലൻ എടുത്തിട്ടുണ്ട്, കിടിലൻ കാർഡാണ്. പക്ഷെ ഇതിലൊരു ആങ്കർമാൻ ഇല്ല. ഞാൻ ഗുള്ളിറ്റിനെ റൈറ്റ് കാർഡ് കണ്ടിട്ടായിരുന്നു ശരിക്കും അക്കൗണ്ട് എടുത്തത്, കാരണം ഒരു ബിൽഡപ്പ് കിട്ടുന്നുള്ള രീതിയിൽ നേരത്തെയാണ്. പക്ഷെ അത് ഗുള്ളിറ്റായിപ്പോയി, നേരെ തിരിഞ്ഞു പോയി ഗൈസ്. ഇവിടെ ഒരു ആങ്കർമാൻ ഉള്ളത്, പിന്നെ റോഡ്രി, കാസമീറോ, പിന്നെ ഷോമനിൻ്റെ ഒരു കിട്ടിലൻ കാർഡുണ്ട് ഗൈസ്. ഏതാണത്? ഇതൊരു സീന് കാർഡാണ് ഷോമനിൻ്റെ, നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. എപ്പിക്ക് പോലെ തന്നെ ഉണ്ട് ഏകദേശം, പക്ഷേ കുറച്ചും കൂടി ഒന്ന് സെറ്റായ എപ്പിക്ക് പോലെയാവും. പിന്നെ നമ്മളെ റൈറ്റ് ബാക്ക് നോക്കുമ്പം ഫിലിപ്പ് ലാം, ഞാൻ ഫുൾ സ്കോഡ് ലാസ്റ്റ് കാണിച്ചു തരാം. കഫു റൈറ്റ് ബാക്ക്, അതേപോലെ വേറെ ആരാ, ലീ ഡിക്സണും ഉണ്ട് റൈറ്റ് ബാക്ക്. ഡിഫെൻസീവും ഉണ്ട്, നല്ല ഒഫെൻസീവും ആയിട്ടുള്ള പ്ലേയേഴ്സും ഉണ്ട് റൈറ്റ് ബാക്കിൽ. പിന്നെ കുറേ ഹൈലൈറ്റ്സ് കാർഡ്. പിന്നെ റൈറ്റ് ബാക്കിൽ ഇത് ബലേറ്റിയും ഉണ്ട് ഗൈസ്, ബലേറ്റിനും കിട്ടിയിട്ടുണ്ട്. അതേപോലെ ലെഫ്റ്റ് ബാക്ക് വരുമ്പം കോസ്റ്റ ഫ്രീ കാർഡ്, ഫ്രീ അല്ല, ഭാഗ്യം പോലെയാണ്. റോബർട്ടോ കാർലോസ് ഉണ്ട്, പക്ഷെ ഞാൻ എന്തായാലും കോസ്റ്റേനെ തന്നെയാണ് യൂസ് ചെയ്യുക, എല്ലാ അക്കൗണ്ടിലും കോസ്റ്റ് ഗൈസ്, വിട്ടുപോലെന്ന് പറഞ്ഞേ. സെൻറ്റർ ബാക്കിൽ വരുമ്പം അവിടെയും ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, റൗട്ട് ഗോളിറ്റ് ബിൽഡപ്പാന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തത് ശരിക്കും. അങ്ങനെയാണ് നല്ലൊരു ഡിഫൻസ് ലൈന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അവിടെ ഞാൻ മുഞ്ചിപ്പോയി ഗൈസ്, അത് റൈറ്റ് കാർഡല്ലായിരുന്നു. അപ്പം ഉള്ളതെന്ന് വെച്ചാൽ കനവേറോ നെസ്റ്റ് ആണ്, രണ്ടും ഡെസ്ട്രോയറാണ്, രണ്ടിനും ഒപ്പരം ഇടാൻ കഴിയില്ല, പൊട്ടും ഡിഫൻസ് പൊട്ടും. അപ്പം ഒന്ന് കറക്റ്റ് 4 വന്നിട്ടുണ്ട് അവിടെ. സലിബിയും വാൻഡേക്കും ആണ് പിന്നെ ഉള്ളത്, അവരെയും ഇവരെ ആരെങ്കിലും ഒരാളായിട്ട് മിക്സാക്കുകയോ ചെയ്യുക. അതിനിടക്കാണെങ്കിൽ കനവേറോ ഹൈറ്റ് കുറവായതുകൊണ്ട് കുറച്ച് സീനാണ്. ജമ്പിങ് ഉണ്ട്, പക്ഷെ എന്നാലും ഹൈറ്റ് കുറവാണല്ലോ. പക്ഷെ അത്യാവശ്യം നല്ല ഡിഫൻസ് ആണ്, ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ ടോണി ആഡംസ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു കാർഡാണ്, ഫ്രീ കാർഡാണ്. പക്ഷേ പിന്നെ നേരെ നോക്കുമ്പം സെൻറ്റർ ബാക്ക് കഴിഞ്ഞു, ലെഫ്റ്റ് ബാക്ക് കഴിഞ്ഞില്ലേ. ഓക്കെ, ഇനി ഗോൾ കീപ്പറിൽ വരുമ്പോൾ കുറച്ച് സീനാണ് ഗൈസ്. നമുക്ക് സ്മൈക്കിളും ഉണ്ട്, അതേപോലെ ഒലിവർ ഖാനും ഉണ്ട്. രണ്ടും നല്ല കിടിലൻ കാർഡാണ്. സ്മൈക്കിളിൻ്റെ സ്റ്റാറ്റ്സ് കണ്ടിട്ടാണ് എനിക്ക് ഇതിൽ കൂടുതലാവും, ഇത് ടീമിൽ വരുമ്പോൾ ഇതിൽ കൂടുതലാവും. ഇപ്പോൾ ഉള്ളത് തന്നെ 95, 90, 89, 95, 92. ജമ്പിങ്ങും ഫിസിക്കൽ കോണ്ടാക്റ്റും എല്ലാം ഉള്ളൊരു കിട്ടിലൻ കാർഡായത്. ഫിസിക്കൽ കോണ്ടാക്റ്റ് എന്നാണ്, ജമ്പിങ് ഉള്ള ഒരു കിട്ടിലൻ കാർഡ് തന്നെയാണിത്. അവനാണെങ്കിൽ നല്ല ബൂസ്റ്ററും കൊടുത്തിട്ടുണ്ട്, സേവിങ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അക്കൗണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കി എടുത്തായിരുന്നു. അപ്പം അതാണ് എൻ്റെ പ്ലേസ് ഫുള്ളായിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്ലേസൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്കുള്ളത് ടീം എന്ന് പറഞ്ഞാൽ ഇതാണിപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ടീം ഇതാണ്. ഡെസ്റ്റാംസിന് വെച്ചിട്ട് 4-2-2 തന്നെയാണ്. 4-2-2 എനിക്ക് മാറ്റണമെന്നുണ്ട്. നിങ്ങൾ നല്ലൊരു ഫോർമേഷൻ സജസ്റ്റ് ചെയ്യുക ഗൈസ്. എനിക്കിതിൽ ഒന്നും എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ ഈ അക്കൗണ്ടിൽ കളിച്ചിട്ട് 2 കളി പൊട്ടിപ്പോയി. ഇപ്പം അതിന് ശേഷം പിന്നെയും കളിച്ചു. അതിൽ ഫസ്റ്റ് 3 കളീൻ്റെ കാര്യം പറഞ്ഞാൽ 2 കളി ഞാൻ പൊട്ടി. അവസ്ഥയാണ് ഗൈസ്. ഇത്രയും നല്ല അക്കൗണ്ട് വെച്ചിട്ട് പൊട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിപ്പോകുന്നില്ലേ നല്ലേ. അപ്പം കറൻ്റ്ലി ഇതാണ് എൻ്റെ മെയിൻ സ്കോഡായിട്ടുള്ളത്. നമുക്ക് നോക്കാം. എനിക്കിതിലൊരു ആങ്കർമാനും ഒരു ബിൽഡപ്പും കൂടി കിട്ടിയ സ്കോഡ് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ മോനെ. പക്ഷേ സ്കോഡ് പവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഗൈസ്. കളിക്കാൻ നല്ലോണം പഠിക്കേണ്ടി വരും. ഒന്നാമത് എൻ്റെ വൈഫൈ കുറച്ച് സീനാണ്, അതുകൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ പാസ് ഇടാനൊന്നും നടക്കുകയൊന്നുമില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് ജിയോ ആണെങ്കിൽ ഇവിടെ ഭയങ്കര ഷോക്കാണ്, വേറെ വൈഫൈയും കിട്ടുന്നില്ല. അതാണ് സീൻ ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം, പറ്റുന്നത്ര ഞാൻ കളിക്കും. എന്നുവെച്ചാൽ നല്ല നല്ല ഗെയിം പ്ലേസ് വരുന്നതായിരിക്കും. കുറച്ച് തിരക്കായിപ്പോയി ഗൈസ്, ഗെയിം പ്ലേ ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ അക്കൗണ്ട് എടുക്കുന്ന ആ ഒരു തിരക്കും കൂടിയായി, കുറച്ച് ഡിലേ ആയി വീഡിയോ ഇടുന്നതിൻ്റെ. മല്ലു പെസ് മാസ്റ്ററിൻ്റെ തന്നെ ഞാൻ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പം ഫുള്ള് ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഫോർമേഷൻ സജസ്റ്റ് ചെയ്യുക. ഇതന്നെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യുക. പക്ഷെ എന്നാലും നിങ്ങൾ നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്ലേസിനെ വെച്ചിട്ട് നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ. അപ്പോൾ പുതിയ ഗെയിം പ്ലേസ് ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഫേസിൽ ഞാൻ മാക്സിമം റാങ്ക് പുഷ് ചെയ്യാൻ നോക്കും. പറ്റുവാണെങ്കിൽ ഞാൻ മാക്സിമം ഒരു ടോപ്പ് 100, ടോപ്പ് 50 എങ്കിലും എത്തിക്കാനുള്ള ഒരു ട്രൈ ചെയ്യും. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അപ്പോൾ ബൈ.